എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ RJ ഭദ്ര. ഇന്ന് നവംബർ 14, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ ബാലദിനമായി ആചരിക്കപ്പെടുന്നത്. നെഹ്റുജിയെ എല്ലാവരും സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ ഓഫ് ടുഡേ വിൽ മേക്ക് ദ ഇന്ത്യ ഓഫ് ടുമോറോ. അതായത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നവർ. ഇന്നെത്ര മനോഹരമായ ഒരു ദിനമാണ്. രാവിലെ തന്നെ സ്കൂളുകളിലെ മൈതാനങ്ങൾ മൊത്തം നിറങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. ഇന്ന് യൂണിഫോമുകൾ മാറി കുട്ടികൾ അണിഞ്ഞിരിക്കുന്നത് അവരുടെ ഇഷ്ടമുള്ള കളർ ഡ്രസ്സുകളാണ്. ചുവപ്പും നീലയും മഞ്ഞയും പിങ്കും എല്ലാം കൂടി ഒരു പുഷ്പോത്സവം പോലെ. അവരുടെ മുഖങ്ങളിൽ ചിരിയുണ്ട്. കൈകളിൽ മിഠായും ചോക്ലേറ്റും പിടിച്ച് അവർക്കൊരു അതിയായ സന്തോഷമാണെന്ന്. അധ്യാപകർ ഇന്ന് എല്ലാവരും കുഞ്ഞുങ്ങളെ പോലെ തന്നെ സന്തോഷത്തിലാണ്. കുറച്ചു നേരത്തേക്ക് പുസ്തകങ്ങളും ക്ലാസ്സുകളും മാറ്റിവെച്ച് പാട്ടും നൃത്തവും നിറഞ്ഞൊരു ദിനം ആഘോഷിക്കുകയാണ് എല്ലാവരും. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞതോടെ സ്കൂൾ മുഴുവൻ ചിരിയാലെ നിറയുന്നു. മൈതാനത്ത് കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും പാട്ടുകളും ചാച്ചാ നെഹ്റുവിനുള്ള ബഹുമാനാർത്ഥം. ക്ലാസ് മുറിയിൽ മധുരം പരത്തി മിഠായികളും ചോക്ലേറ്റുകളും വിതരണം ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന സന്തോഷം ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ബാലദിനം വെറും ആഘോഷദിനമല്ല, കുട്ടികളുടെ മനസ്സിലെ മനസ്സിലാക്കുന്ന ദിനമാണ്. അവരുടെ ചോദ്യങ്ങൾ കേൾക്കാനും അവരുടെ ലോകം മനസ്സിലാക്കാനുമുള്ള അവസരം. ഇന്ന് ഓരോ സ്കൂളിലും വ്യത്യസ്തമായ പരിപാടികളാണ് നടക്കുന്നത്. ചിത്രരചനാ മത്സരങ്ങൾ, നൃത്ത പ്രകടനങ്ങൾ, പാട്ടുപ്രതിഭാസങ്ങൾ, കഥാപ്രസംഗങ്ങൾ, എല്ലായിടത്തും കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പൂത്തുലയുന്നു. പുതിയതായി നിറം പൂശുന്ന ബലൂണുകളും പേപ്പർ അലങ്കാരങ്ങളും ചേർന്ന് സ്കൂൾ മൈതാനങ്ങൾ ഉത്സവമായി മാറിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അധ്യാപകരാണ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ കുട്ടികളുടെ മുഖങ്ങളിൽ കാണുന്ന ആ ചിരി, അത് വളരെ വിലപ്പെട്ടതാണ്. ബാലദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്കൊന്ന് ആലോചിക്കാം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും സുരക്ഷിതമായ പരിസരവും സ്നേഹപൂർണ്ണമായ ലോകവുമാണ് ആവശ്യം. അവരിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. സത്യസന്ധത, കൗതുകം, ഒരിക്കലും അവസാനിക്കാത്ത ചോദ്യങ്ങൾ, ഇവയൊക്കെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ധനം. നമ്മുടെ സ്കൂളുകളിൽ ഈ ദിവസത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷം അവസാനമായി എല്ലാ കുട്ടികളും ഒത്തുചേരുമ്പോൾ ആ ചിരികളിലും കളികളിലും നാം കാണുന്ന ഭാവിയുടെ പ്രതീക്ഷയാണ് ബാലദിനത്തിന്റെ ആത്മാവ്. ഇന്ന് ബാലദിനത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്കും നമ്മുടെ കുട്ടിത്തം തിരിച്ചു വരട്ടെ. അവരോടൊപ്പം ചിരിക്കാനും സ്വപ്നം കാണാനും ജീവിതത്തെ സന്തോഷത്തോടെ നോക്കാനും നമുക്ക് പഠിക്കാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ RJ ഭദ്ര.